കുരുക്ഷേത്രത്തിലെ 18 ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചിരുന്നു. അതിന്റെ ചുറ്റുമുള്ള എല്ലാം അത് തകർത്തു കളഞ്ഞിരുന്നു. മരിച്ച സൈനികരുടെ ശരീരങ്ങൾ ഭൂമിയിൽ ചിതറിക്കിടന്നു. പാണ്ഡവർ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും അവർ സന്തോഷത്തിലായിരുന്നില്ല. മറിച്ച് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വലിപ്പം അവരെ തന്നെ തകർത്തിരുന്നു. ഇരുവശത്തെയും പരിക്കേറ്റ സൈനികരെ സഹായിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം കൗരവരുടെ മാതാവായ ഗാന്ധാരിയെ കാണാൻ കൃഷ്ണൻ പോയി. 100 പുത്രന്മാരുടെ മരണത്തിൽ ഗാന്ധാരി അതീവ കോപത്തിലും ദുഃഖത്തിലുമായിരുന്നു. പ്രത്യേകിച്ച് തന്റെ മൂത്തയും ഏറ്റവും പ്രിയപ്പെട്ടതുമായ പുത്രൻ ദുര്യോധനനെ നഷ്ടപ്പെട്ട ദുഃഖം അവൾക്ക് സഹിക്കാനായില്ല. കൃഷ്ണനെ കണ്ടതോടെ അവളുടെ കോപം കൂടുതൽ വർദ്ധിച്ചു. പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുത്ത പ്രധാന വ്യക്തി കൃഷ്ണനാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അവൾ കൃഷ്ണനോട് അതീവ ഭക്തിയുള്ളവളായിരുന്നു. അവനെ തന്നെ ദൈവമായി അവൾ വിശ്വസിച്ചിരുന്നു. യുദ്ധം തടയാനും ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനും കൃഷ്ണന് കഴിയുമായിരുന്നു എന്നായിരുന്നു അവളുടെ വിശ്വാസം. പക്ഷേ അദ്ദേഹമെല്ലാം നിശ്ശബ്ദസാക്ഷിയായി നോക്കി നിന്നുവെന്നായിരുന്നു അവളുടെ വേദന. അവൾ കൃഷ്ണനെ ശപിച്ചു. 36 വർഷത്തിനകം ദ്വാരക സമുദ്രത്തിൽ മുങ്ങുമെന്നും തന്റെ പുത്രന്മാർ നശിച്ചതുപോലെ യാദവവംശം മുഴുവനും നശിച്ചു പോകുമെന്നും.